ഇനി പ്രശസ്ത ഗാനരചയിതാവ് MD രാജേന്ദ്രൻ കൂടി തൃശ്ശൂരിൽ നിന്നും ചേരുകയാണ്. MDR, നിങ്ങളുടെ പാട്ടുകളും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. മാത്രമല്ല, അദ്ദേഹത്തോട് നല്ല ബന്ധം സൂക്ഷിക്കാൻ കഴിഞ്ഞ ഒരു എഴുത്തുകാരൻ കൂടിയാണ് താങ്കൾ. എങ്ങനെയാണ് ജയേട്ടനെ അനുസ്മരിക്കുന്നത്? ജയേട്ടനെ കുറിച്ച് പറയാന്ന് വെച്ചാല് അത് ഒരുപാട് കാലത്തിന് മുമ്പുള്ള ഒരു കഥയാണ്. വാസ്തവത്തില് വർഷങ്ങൾക്ക് മുമ്പ് ആകാശവാണിയിൽ കേശവൻ നമ്പൂതിരിയുടെ കൂടെ വരുമ്പോ തന്നെ നമ്പൂതിരിയുടെ കൂടെ ഇദ്ദേഹം വാഹനത്തിൽ വരാം. അന്നേ ജയനെ എനിക്കറിയാം. പക്ഷേ ജയൻ ഒരു പ്ലേബാക്ക് സിംഗറായിട്ട് ഷൈൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹവുമായിട്ട് കൂട്ടിമുട്ടാൻ എനിക്കൊരു അവസരം ഉണ്ടാക്കി തന്നത് സാക്ഷാൽ ദേവരായ മാഷിന്റെ വീട്ടിൽ വെച്ച് ഞങ്ങൾ കണ്ടുമുട്ടുന്നു. സ്വന്തം മകനെ പോലെയാണ് ജയനെ മാഷ് കരുതിയിരുന്നത്. ആ ജയനെ ആ രീതിയിൽ സ്നേഹിച്ചിരുന്ന മാഷ് ശാലിനി എന്റെ കൂട്ടുകാരി എന്നുള്ള പടത്തിൽ ഞങ്ങൾ ഇപ്പോ ഒരു യുഗ്മഗാനം അദ്ദേഹത്തിന് കൊടുത്തു. ദാസേട്ടനാണ് ബാക്കി പാട്ടൊക്കെ പാടിയത്. കണ്ണുകൾ ഇടഞ്ഞു എന്നുള്ള പാട്ട് അത് മനോഹരമായിട്ട് ജയൻ പാടുകയും ചെയ്തു. അന്നാണ് ഞങ്ങളുടെ ബന്ധം തുടങ്ങുന്നത്. പിന്നെ ഒരുപാട് പാട്ടുകൾ ഞാൻ എഴുതേണ്ടി വന്നു, അദ്ദേഹത്തിന് പാടേണ്ടി വന്നു. പക്ഷേ ഒരു ഘട്ടം എത്തിയപ്പോഴും എനിക്ക് ഒരുപാട് പടങ്ങൾ കിട്ടി. ഞാൻ കൂടുതൽ വിവരങ്ങളിലേക്ക് പോയി. പക്ഷേ അപ്പൊ ജയന്റെ കാര്യത്തിൽ ജയന് പടമില്ലാതെ, അതാരും പറയാത്തൊരു സത്യമാണ്, പടമില്ലാതെ മദിരാശിയിൽ അലയുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങള് മദ്രാസിലെ ഏറ്റവും നല്ല സ്റ്റുഡിയോയിൽ ഇന്ന് റെക്കോർഡിംഗ് നടക്കുകയാണ്. അത് ദേവരാഗത്തിന്റെ പാട്ടാണ്. ദേവരാഗത്തിലെ പാട്ടുകളൊക്കെ ദാസേട്ടനെ കൊണ്ട് പാടിക്കാൻ തീരുമാനമുണ്ട്. കീരവാണിയാണ് സംഗീത സംവിധായകൻ. കീരവാണി എന്ന് പറഞ്ഞാൽ സാക്ഷാൽ എന്താ പറയാ, നമ്മുടെ ചിദംബരാജന്റെ മകന്റെ ശിഷ്യനുമാണ്. അപ്പോ കീരവാണി മ്യൂസിക് കൊടുക്കുന്ന ഇതില് അസിസ്റ്റ് ചെയ്യാൻ വന്നിരിക്കുകയാണ് രാജാമണിയുണ്ട്, ഞാനുണ്ട്, അങ്ങനെ ചിത്രയുണ്ട്, ഞങ്ങളൊക്കെ ഉണ്ട്. അപ്പോഴാണ് തീരുമാനം വരുന്നത്. കാരണം യേശുദാസിന് എത്താൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അദ്ദേഹത്തിന്റെ റെക്കോർഡിംഗ് വേറെ ദിവസം മാറ്റി വയ്ക്കേണ്ടി വരും. ആര് വേണം പകരം എന്നൊരു ചർച്ച വന്നു. അപ്പൊ ദാസേട്ടൻ വരട്ടെ എന്ന് പറഞ്ഞ് എല്ലാവരും ഇരിക്കുകയാണ്. പെട്ടെന്ന് രാജാമണി പറഞ്ഞു, എന്തുകൊണ്ട് ജയനെ വിളിച്ചുകൂടാ? അപ്പൊ ഭരതനൊന്ന് തർക്കിച്ചു, അത് വേണോ? പുള്ളിക്ക് ഇപ്പൊ പടമൊന്നും ഇല്ലല്ലോ. കാരണം അന്ന് പടമൊന്നുമില്ല. ഈ പറഞ്ഞ ഇദ്ദേഹത്തിന്റെ പുകഴ്ത്തി പാടുന്ന ഒരു ഒറ്റയാളും അന്ന് ജയനെ വിളിക്കുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ബെസ്റ്റ് പാട്ടാണ്, അതുകൊണ്ട് ജയനെ നമുക്ക്, പിന്നെ ഇങ്ങനെ കൊടുക്കാനില്ല, നമ്മുടെ ആളല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഭരതന് ഒരു പ്രചോദനം കൊടുക്കുന്നു. ശരി, എന്നാ പരീക്ഷിക്കാമെന്ന് പറഞ്ഞ് ഭരതന്റെ കാരുണ്യത്തിലാണ് ശിശിരകാല മേഘമെന്ന രതിപരാഗമോ എന്നുള്ള യുവത്വം തുളുമ്പുന്ന പാട്ടുപാടി ജയൻ തിരിച്ചു വന്നത്. ഈ സ്തുതി പാടുന്നവരൊക്കെ മറന്നുപോയൊരു കഥയാണത്. ജയനെ എല്ലാവരും ഇഗ്നോർ ചെയ്ത സമയത്ത് രണ്ടാമതൊരു ജന്മം കൊടുത്തത് സാക്ഷാൽ ഭരതനാണ്. ആ ശിശിരകാല മേഘമതിന്റെ രതിപരാഗം എന്നുള്ള പാട്ട് വാസ്തവത്തില് എന്റെ മനസ്സിൽ ജയന് സംസ്ഥാന അവാർഡ് കിട്ടേണ്ടതായിരുന്നു. ദേവരാഗത്തിലെ തം തനനം എന്നുള്ള പാട്ട് ചിത്രയ്ക്ക് കിട്ടി, അവാർഡ് കിട്ടി, സംഭവം ശരിയാണ്. പക്ഷെ ചിത്രയും ജയചന്ദ്രനും കൂടെ പാടിയ ആ പാട്ടിനാണ് അവാർഡ് കൊടുക്കേണ്ടത്. കാരണം അത്രമാത്രം ഗംഭീരമായ സ്വരമായിട്ടുണ്ട് ജയൻ. മനോഹരമായിട്ട് പാടി കേരളം മനസ്സിലാക്കി ഇപ്പോഴും ഈ യുവാവ് ജീവനോടിരിക്കുന്നുവെന്ന്. അങ്ങനെ നമ്മുടെ ഇഷ്ടപ്പെട്ടു പോയ ഏറ്റവും നല്ല യുവത്വത്തിന്റെ ഭാവഗായകന്റെ ശബ്ദം തിരിച്ചു കൊടുത്തത് എന്റെ അല്ലെങ്കിൽ ഭരതന്റെ ദേവരാഗമാണ്. അതിനുശേഷം ജയന് തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല. ജയനെ വിളിക്കാത്ത എല്ലാ സംവിധായകരും, എല്ലാ പേര് കേട്ട സംവിധായകരും ജയചന്ദ്രൻ എലയവാണല്ലേ എന്ന് പറഞ്ഞ് ജയന് തിരക്കോട് തിരക്ക്. അപ് ടു ദേവരാഗം വരെ ഈ മനുഷ്യൻ വെറുതെ വണ്ടി ഓടിച്ച് മദ്രാസിൽ കഴിയുകയാണ്. അപ്പൊ രാജാമണി എന്ന് പറയുന്ന കീരവാണിയുടെ ശിഷ്യന്റെ ഒരു വേർഡിന്റെ പുറത്താണ് ജയന്റെ രണ്ടാമത്തെ ജന്മം ഉണ്ടായത്. അതിൽ ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്ന ഞാനാണ്. മാത്രമല്ല, എനിക്കൊരു വലിയ കുറ്റബോധമുണ്ട്. അതിവിടെ വെച്ച് തുറന്നു പറയുകയാണ്. ഈ കുറി വരച്ചാലും കുരിശ് വരച്ചാലും ഞാൻ ദാസേട്ടൻ പാടിയ പാട്ട് ആദ്യം ഞാൻ പാടിച്ചത് ജയനെ കൊണ്ടാണ്. വരികൾ വേറെ ആയിരുന്നു, സബ്ജക്റ്റും വേറെ ആയിരുന്നു, ട്യൂൺ സെയിം ആയിരുന്നു. മറുനാടൻ മലയാളിക്ക് വേണ്ടിയുള്ള പാട്ടാണ്. ആ പാട്ട് ജയൻ പാടുന്നു, അത് റെക്കോർഡ് ചെയ്യപ്പെടുന്നു. എന്തോ ഒരു കാരണവശാൽ അത് പുറത്തേക്ക് വരാതാവും. ആ ട്യൂണാണ് പിന്നീട് കുറി വരച്ചാലും കുരിശ് വരച്ചാലും എന്നുള്ള പാട്ടിലേക്ക് രൂപാന്തരപ്പെടുത്തി അത് ഇദ്ദേഹം പാടുന്നത്. ആര്? സാക്ഷാൽ യേശുദാസ്. ഏറ്റവും വലിയ അത്ഭുതം, ഈ പാട്ട് കേട്ടിട്ട് കുറി വരച്ചാലും കുരിശ് വരച്ചാലും എന്നുള്ള പാട്ട് ഗംഭീരമായിട്ടുണ്ട് രാജേന്ദ്ര എന്ന് പറയുന്നത് ജയനാണ്. ആലോചിച്ച് നോക്ക്. ജയൻ പാടി വിട്ട ഒരു ട്യൂണ് അത് വേറൊരാൾ പാടുന്നു, അത് ഹിറ്റാവുന്നു,
അപ്പൊ നാച്ചുറലി ജയന് വിഷമമല്ലേ ഉണ്ടാവേണ്ടത്. മനോഹരമായിട്ടുണ്ട് പാട്ട് എന്നാണ് പറഞ്ഞത്. അത്രയും വലിയൊരു എനിക്ക് മനസ്സിലാവും ഈ മനസ്സാണ് ജയന് 80 വയസ്സ് വരെ. ഓക്കെ. 2 ദിവസം ഓക്കെ. മുമ്പ് ഞാൻ പോയി കണ്ടിരുന്നു. ആള് പരിക്ഷീണനായിരുന്നു. പക്ഷേ എനിക്കറിയാം ജയേട്ടന്റെ പരിശീലനമായിട്ട് കേരളീയ ഒന്ന് എണീറ്റിപ്പിച്ചിട്ട് ഒരു പ്രയോഗം നടത്തി അപ്പോൾ അത് എണീറ്റിരിക്കും. കാരണം ദേവരാജൻ മാഷ് എന്നൊരു വാക്ക് പറഞ്ഞാൽ ജയന്റെ എല്ലാ അസുഖവും പോകും. അന്ന് വയലാർ അനുസ്മരണത്തിന് പ്രസംഗിക്കാൻ വേണ്ടി ഞാൻ പോയതാണ്. കൂട്ടത്തിൽ എന്റെ അരവിന്ദൻ എന്നുള്ള സുഹൃത്തുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ ചെന്നു. ജയൻ അവശനായിട്ടിരിക്കുകയാണ്. അപ്പൊ ഏതായാലും ഞാൻ ചെന്നപ്പോൾ ജയൻ ഫ്ലാറ്റിലേക്ക് ക്ഷണിച്ചു. ജയൻ അവശനായിട്ടിരിക്കുകയാണ്, വല്ലാത്ത രൂപവും. അപ്പൊ ഇനി സംസാരിക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ അറിയാലോ, എനിക്ക് തോന്നി ജയനോട് എന്തെങ്കിലും സംസാരിച്ചേ പറ്റുമെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, ജയ, നമ്മുടെ ദേവരാജ മാഷ് എന്നുള്ള വാക്ക് കേട്ടപ്പോ ഉണ്ടല്ലോ, സത്യം ആ മനുഷ്യന് രണ്ടാമതൊരു ജീവൻ വന്നു പോലെ. എന്നെ പിടിച്ച് അടുത്തിരുത്തി പിന്നെ ഓരോ കഥകൾ പറയാണ്. പിന്നെ ഞാൻ പുള്ളിയെ ചിരിപ്പിക്കാൻ വേണ്ടി പ്രയോഗിക്കുന്ന ഒരു സാധനമുണ്ട്. പണ്ട് മദ്രാസിൽ ഒരു പാട്ടുകാരൻ പാടിയിരുന്നു. എനിക്ക് പരിചയമുള്ള നല്ല ഗായകൻ. അയാൾ പാടുന്ന ഞാൻ കുറച്ച് മിമിക്രി പോലെ ഇമിറ്റേറ്റ് ചെയ്ത് പാടാറുണ്ട്. ഇത് പാടുമ്പോൾ ജയൻ അല്ലാതെ പൊട്ടിച്ചിരിക്കും. അപ്പൊ ആ പോയിന്റും കൂടെ ഞാൻ എടുത്തു. കാരണം ജയനൊരു സന്തോഷം വന്നിട്ട് വെച്ചിട്ട് എന്നിട്ട് ആ പാട്ടിങ്ങനെ പാടിയപ്പോൾ ഞാൻ കുറച്ചുകൂടെ ലൈവായി. പിന്നെ നിങ്ങൾ വിശ്വസിക്കില്ല, കാരണം ഒരു 5-6 മിനിറ്റ്, ഞങ്ങൾ 45 മിനിറ്റ് ഞങ്ങൾ സ്പെൻഡ് ചെയ്തു. ആ സമയത്തൊക്കെ ജയൻ ഇങ്ങനെ സംസാരിക്കുന്നു, ദേവരായ മാഷ കാര്യങ്ങൾ പറയുന്നു, നല്ല ഓർമ്മശക്തി, ഇടയ്ക്കിടയ്ക്ക് വിശേഷങ്ങൾ അന്വേഷിക്കുന്നു. ഇതൊക്കെ പോരാഞ്ഞിട്ട് അദ്ദേഹം പോകാൻ നേരത്ത് പറഞ്ഞു, ഇങ്ങനെ വയലാർ അനുസ്മരണ സമയത്ത് എന്റെ കാര്യം കൂടെ പറയും. എനിക്ക് മനസ്സിലായില്ല എന്താ പറയണമെന്ന്. കാരണം വയലാറുമായിട്ട് അത്രത്തോളം അടുപ്പമായിരുന്നു ജയൻ. വയലാർ എൽ പി ആറിന്റെ ഒരു മനോഹരമായ പാട്ടുണ്ട്. അതൊരു പക്ഷേ ജയന്റെ നല്ല കാലത്തുള്ള പാട്ടായിരുന്നു. പലരും പറയാത്തൊരു പാട്ടാണ്. വൈശാഖ പൗർണമിലാവിൽ വെള്ളി നിലാവിൻ പാൽക്കടൽ കടവിൽ എന്നൊരു പാട്ടുണ്ട്. അത് LPR ട്യൂൺ ചെയ്ത പാട്ടാണ്. അത് വയലാറിന്റെ ലിറിക്കാണ്. അത് വലിയ ഇഷ്ടമാണ് ജഗൻ. അതുമൊക്കെ പാടി അങ്ങനെയാണ് ഞങ്ങൾ പിരിയുന്നത്. പക്ഷേ പിരിയുമ്പോൾ എനിക്ക് തോന്നിയിരുന്നു വീണ്ടും അടുത്തൊരു പടത്തിലേക്ക് വേണ്ടി ജയനെ കൊണ്ട് പാടിക്കണം. കാരണം പുള്ളി ഒരു കുഴപ്പമില്ലല്ലോ. പക്ഷേ പൊടുന്നനെയാണ് ഈ വാർത്ത അറിഞ്ഞത്. സത്യം പറയുകയാണെങ്കിൽ ഒറ്റ ഒരു പോയിന്റ് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇരുന്നത്. നമ്മൾ ആരെയും രംഗത്ത് നിന്ന് ഔട്ടാക്കാൻ ശ്രമിക്കരുത്. ഒരു സംവിധായകനും ഔട്ടാക്കിയാലും നല്ല കഴിവുള്ള ഗായകനാണെങ്കിൽ ഡബിൾ ശക്തിയോടെ തിരിച്ചു വരും. അതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് ജയൻ. 2ാം ജന്മമാണ് ജയൻ്റെത്. പരിപൂർണമായിട്ട് വിജയിച്ച ജയനെ ഞാൻ ജയൻ മരിച്ചു എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ നമ്മുടെ കൂടെയുണ്ട്. എല്ലാ ദിവസവും ജയൻ നമ്മുടെ കൂടെയുണ്ട്. അദ്ദേഹത്തിന്റെ ഈ പറഞ്ഞ പോലെ ആ നല്ല ശബ്ദം, ഈ എന്ന് പറഞ്ഞ ഓക്കെ. എല്ലാം ഏറ്റവും ഉയർന്ന ഒരു ഗായകനാണ് പുള്ളി. ഒരു കാലത്തും മലയാളം മറക്കാനാത്ത രീതിയിൽ ദാസേട്ടൻ ഒരു പാദമുദ്ര ഉണ്ടാക്കി. അതുപോലെ ജയന്റെ പാദമുദ്ര ശക്തമാണ്. കാരണം ആ മനുഷ്യൻ ക്ലാസിക്കൽ മ്യൂസിക് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവസാന കാലത്ത്. ഒരുമാതിരി നല്ലവണ്ണം കീർത്തനങ്ങൾ പാടാൻ പഠിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ഏക ഒരു പോരായ്മ അതായിരുന്നു, അതിമനോഹരമായിട്ട് പാടുമായി. അതുകൊണ്ട് ജയനെ കുറിച്ച് ഓർക്കുമ്പോൾ ഇത് മാത്രം മനസ്സിലാക്കാനാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ പ്രിയപ്പെട്ട താങ്ക് യു MDR. പ്രശസ്ത ഗാനരചയിതാവ് MD രാജേന്ദ്രനാണ് നമുക്കൊപ്പം ചേർന്നത്. ഭരതനുമായിട്ടൊക്കെ വളരെ അടുത്ത ബന്ധം സൂക്ഷിച്ച ഗാനരചയിതാവായിരുന്നു MDR. അതുകൊണ്ട് തന്നെ ജയചന്ദ്രന് എങ്ങനെയാണ് ഒരു തിരിച്ചുവരവ് പെട്ടെന്ന് ഉണ്ടായത് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു. ഒരുപക്ഷെ ഇതൊരു അപൂർവ ഓർമ്മയായിട്ടാണ് ഞങ്ങൾ കാണുന്നത്.